ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ, സാധാരണക്കാരിൽ സാധാരണക്കാരായ വിവരമില്ലാത്ത 12 പേരാണെങ്കിലും അവരെ കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തുകാർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആരോട് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തുകാർ പ്രവർത്തിക്കുന്നത്? ആർക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് ഇവർ പണം പറ്റി തെരുവുകളിലൂടെ കക്കൂസ് കോളാമ്പിയുമായി നടക്കുന്നത്? ഇന്ന് ഷാദുലി റാത്തീബ് എന്ന പേരിൽ ഇവർ നടത്തിയ ഒരു പരിപാടി, ഷാദുലി റാത്തീബ് ഇവർ നടത്തുന്നത് തന്നെ കോമാടൻ ഷെയ്ഖ് വലിയുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരിക്കലും ഷാദുലി റാത്തീബ് അല്ല. മൗലാനാ യാ മൗലാനാ, മൗലാനാ യാ മൗലാനാ, മൗലാനാ യാ മൗലാനാ, ശൈഖി ഗുരുവത്തോർ വലിയുള്ള, ശൈഖി ഗുരുവത്തോർ വലിയുള്ള, മൗലാനാ യാ മൗലാനാ, മൗലാനാ യാ മൗലാനാ, മൗലാനാ യാ മൗലാനാ, ശൈഖി ഗുരുവത്തോർ വലിയുള്ള, ശൈഖി ഗുരുവത്തോർ വലിയുള്ള. ഇത്തരം ആളുകളുടെ റാത്തീബ് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ വഹാബികൾ വിമർശിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. ഇരിക്കട്ടെ, ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. ഇബ്ലീസ് ത്വരീഖത്തുകാർ ഷാദുലി റാത്തീബ് എന്ന പേരിൽ നടത്തുന്ന തോന്നിവാസത്തിൽ ഇന്ന് യഹിയൽ ബുഖാരി എന്ന് പറയുന്ന ഇവർ വലിയ ഷെയ്ഖായി കൊണ്ട് നടക്കുന്ന സിനിമാ നടൻ, ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിന്റെ അവിടെ ഒരു ക്ലബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണിയം വന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണിയം ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. ആ സിനിമാ നടൻ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ഇരിക്കുകയും കിടക്കുകയും ചെയ്യുമെന്നാണ്. നമുക്കറിയാം, വഹാബികൾ അള്ളാഹുവിന് ചന്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ
വഹാബികൾ അള്ളാഹുവിന് കൈകാലുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, മറ്റ് അവയവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അർശിന്റെ മുകളിൽ അള്ളാഹു ഇരിക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അള്ളാഹു ഒന്ന് കുലുങ്ങുമത്രേ. ആ കുലുങ്ങുന്ന നേരത്ത് പഴയ അർശായതുകൊണ്ട് കരകര ശബ്ദമുണ്ടാകുമത്രേ. ആ കരകര ശബ്ദമാണ് ഇടിവെട്ടുന്നത് എന്നാണ് വഹാബികൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ശരിവെച്ചുകൊണ്ട് കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തിന്റെ ഷെയ്ഖായിട്ടുള്ള യഹിയൽ ബുഖാരി പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ഇരിക്കുകയും കിടക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണത്രേ. കൊയിലാണ്ടിയിൽ വെച്ച് നൗഷാദ് കോളാമ്പി പ്രസംഗിച്ചത് മടവൂര് പടച്ചോനാണ്, മടവൂര് പടച്ചോനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. എന്താണ് മടവൂര് പടച്ചോനാണെന്ന് പറയുന്നതിൽ പ്രശ്നമുള്ളത് എന്നാണ് ഈ കുരുവട്ടൂരി കോളാമ്പിയായ ഇബ്ലീസ് ത്വരീഖത്തിന്റെ നേതാവായിട്ടുള്ള നൗഷാദ് ചോദിക്കുന്നത്. ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? നിങ്ങൾക്ക് മൗലാന എന്ന് പറയെങ്കിൽ ഇവിടെ പടച്ചോന്റെ അറിയാൻ എന്താ കുഴപ്പം? മുമ്പ് ഇവൻ പറഞ്ഞിരുന്നത് മടവൂര് പടച്ചോനാണെന്ന് പറയാൻ പാടില്ല, അത് ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തുന്നത് പോലെയാണ്, അതുകൊണ്ട് അത് പറയാൻ പാടില്ലെന്ന് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ടിനെ വിമർശിച്ചവനാണവൻ. ക്രിസ്ത്യാനികൾ നസ്വാറാക്കൾ അവരുടെ നബിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ പറയണ്ട. ദൈവമാണ്, ദൈവപുത്രനാണ്, ഉലൂഹിയത്തുള്ള ആളാണ്, അത് പറയണ്ട. അത് നമ്മൾ പറയൂലല്ലോ. ഷിയാക്കൾ എന്താ പറഞ്ഞ്? ഷിയാക്കൾ പറഞ്ഞത് അലിയാരി തങ്ങൾ ഇലാഹാണ്, രണ്ടാം പടച്ചവനാണ്, അത് പറയാൻ പാടില്ല. അതേ അവന്റെ നാവ് കൊണ്ട് തന്നെയാണ് പറയുന്നത്. മടവൂര് പടച്ചോനാണെന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത് എന്ന്. ഇതിനു മുമ്പും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് വാദങ്ങൾ പറഞ്ഞവരാണ്. ഇവൻ മടവൂര് പടച്ചോനാണെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. മടവൂർ ഷെയ്ഖ് ലോകം നിയന്ത്രിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അതുപോലെ മടവൂർ ഷെയ്ഖിന്റെ കഴിവിൽ അള്ളാഹ്ക്ക് യാതൊരു അധികാരവുമില്ല. ആ കഴിവുകൾ തിരിച്ചെടുക്കാനോ പുതിയ കഴിവുകൾ നൽകാനോ അള്ളാഹുവിന് കഴിയില്ല. കാരണം ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ കഴിവുകൾ. ഒരു സൃഷ്ടി മൊബൈൽ ഫോൺ കൊടുത്താൽ ആ മൊബൈൽ ഫോണിൽ യാതൊരു അധികാരവുമില്ലാത്തതുപോലെ, ആ സൃഷ്ടിക്ക് ഒരു കഴിവുമില്ലാത്തതുപോലെ അള്ളാഹ്ക്കും കഴിവില്ല എന്ന് വാദിച്ചയാളാണ് മടവൂർ ശൈഖുന. അള്ളാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അത് അള്ളാഹു കൊടുത്ത അധികാരമാണ്. ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെന്നോ, കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെന്നോ, കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെന്നോ. അപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം അല്ലാഹു പറയൂല. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം അല്ലാഹു പറയൂല. ആ അർത്ഥത്തിലാണ് മടവൂർ ഷെയ്ഖ് പടച്ചവനാണെന്ന് നൗഷാദ് കോളാമ്പി പറഞ്ഞിട്ടുള്ളത്. ഇത് എത്രത്തോളം ഗൗരവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അറിയാതെ പെട്ടുപോയവർ ആരെങ്കിലും കുരുവട്ടൂരിസത്തിലുണ്ടെങ്കിൽ, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, ആ പിഴച്ച പ്രസ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരിക. അത് നിങ്ങളുടെ ആഖിറത്തിന്റെ വിജയത്തിന് കാരണമാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യഹിയൽ ബുഖാരി ഈ പിഴച്ചവാദം പറഞ്ഞ ഉടനെ നൗഷാദിനെ പോലെയുള്ള തലേക്കെട്ടുകാർ അവിടെ വെച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്
ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അത് പ്രൈവറ്റ് ആക്കുന്നതിന് പകരം അത് തുറന്നു വെച്ചുകൊണ്ട് യഹ്യൽ ബുഖാരി പറഞ്ഞത് തെറ്റാണ്, അത് പേച്ചവാദമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ്, അതുകൊണ്ട് അത് തിരുത്തണം, എന്റെ അടുക്കൽ പറ്റിയ പിഴവാണെന്ന് യഹ്യൽ ബുഖാരിയെ കൊണ്ട് മാറ്റി പറയിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു കുരുവട്ടൂരിയും അവിടെ ഇല്ലാതെ പോയി. യഹ്യൽ ബുഖാരി പറഞ്ഞത് തെറ്റാണെന്ന്, അത് ജനങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്ത വാദമാണെന്ന് കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തിന്റെ തലക്കെട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഹ്യൽ ബുഖാരിയെ കൊണ്ട് തിരുത്തിപ്പിക്കുകയാണ് വേണ്ടത്. അത് തെറ്റാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാനോ നിങ്ങൾക്ക് പറയാനോ സാധിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അടിത്തറ മടവൂർ ഷെയ്ഖ് പടച്ചോനാണെന്നും അള്ളാഹു കഴിവ് കെട്ടവനാണെന്നുമുള്ള വാദമാണ്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പ്രൈവറ്റ് ആക്കി വെച്ചു? പകരം നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തിപ്പിച്ചില്ല? അറിയേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.